ഹലോ ഗൈസ്, എങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ നിങ്ങൾ യൂട്യൂബ് സെലക്ട് ചെയ്ത് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എ ഷോർട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇടാൻ പോകുന്നത്. അതിന് നിങ്ങൾ വീഡിയോയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്ത് ആഡ് മ്യൂസിക് ക്ലിക്ക് ചെയ്ത് ഒരു മ്യൂസിക് എടുത്ത് അതിനുശേഷം ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയുടെ ഭാഗം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. അതിനുശേഷം ടൈറ്റിൽ കൊടുക്കുക. ഞാനിപ്പം ഇത് ഡെങ്കി മൂവി സോങ് എന്നടിക്കുകയാണ്. അതിനുശേഷം പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അൺലിസ്റ്റഡ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. നമ്മളിവിടെ അൺലിസ്റ്റഡ് ആക്കുകയാണ്. അതിൻ്റെ കാര്യം പിന്നെ പറയാം. അതിനുശേഷം ലൊക്കേഷൻ എടുത്തിട്ട് നിങ്ങൾ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓഡിയൻസിൽ കിഡ്സിനാണെങ്കിൽ എസ് ഓർ നോ കൊടുക്കണം. അതിനുശേഷം അഡൽട്സിനാണെങ്കിൽ എസ് ഓർ നോ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം റിലേറ്റഡ് വീഡിയോ, നിങ്ങൾ വല്ലതും വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് വല്ലതും വീഡിയോ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പാട്ട് കൊടുത്തു. നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് ഓർ നോ കൊടുക്കണം. അതിനുശേഷം അപ്ലോഡ് ഷോർട്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷോർട്സ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ഒരു ആപ്പുണ്ട്, അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിലാണെങ്കിൽ കണ്ടൻറ് എന്ന സെക്ഷനിലോട്ട് പോയിട്ട് ഷോർട്സ് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ഷോർട്സ് ഉണ്ട്, അതെടുത്തിട്ട് പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുണ്ട്. അതിന് ഞാനിപ്പം ഡെങ്കി മൂവി സോങ് എന്നടിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ സ്ലാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് അടിക്കണം. അത് നിർബന്ധമായിട്ട് അടിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സ്ലാഷ് ഇട്ട് മ്യൂസിക്, ഇപ്പം നിങ്ങൾ എന്നതാ ടെക്കാണെങ്കിൽ ടെക്ക്, അല്ലെങ്കിൽ മ്യൂസിക്, അങ്ങനെ കുക്കിംഗ് ആണെങ്കിൽ എന്നാ കണ്ടൻ്റാണ് ഷോർട്സ് അത് ബന്ധപ്പെട്ട് കുറച്ച് സ്ലാഷ് ഇട്ട് എന്നാന്ന് അടിക്കണം. അതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ പേരടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനുശേഷം വിസിബിലിറ്റി എടുത്ത് പബ്ലിക് ആക്കും. നമ്മൾ മുമ്പേ അൺലിസ്റ്റഡ് ആക്കിയതിൻ്റെ കാരണം ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ മുമ്പേ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അതിനുശേഷം നിങ്ങൾ ടാഗ്സ് എടുത്ത് നിങ്ങളുടെ വീഡിയോയുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടാഗ് അടിക്കുക. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടാഗ് അടിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെയും ടാഗായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടാഗായിട്ട് അടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഇടുന്ന വീഡിയോ ഏത് കാറ്റഗറിയാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ്. അതിനുശേഷം ആഡ് പ്ലസ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്ലേലിസ്റ്റ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി. അതിനുശേഷം സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്.